തറവാട്ടിത്വവും വലിയ രീതിയിലുള്ള ആഠ്യത്വവും കാണിച്ച് CPM-ൻ്റെ മണ്ടയ്ക്ക് കയറാം എന്ന് വിചാരിച്ചാൽ ഗണേഷ് കുമാറിന് പാർട്ടിയും മുന്നണിയും തെറ്റി. ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് എന്നൊന്നും CPM കരുതില്ല. CPM കൃത്യമായി കൊടുത്ത ഒരു രാഷ്ട്രീയ അഭയമാണ് ഗണേഷ് കുമാറിന് LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിൽക്കാൻ കൊടുത്തത്. അത് ഗണേഷ് കുമാർ തന്നെ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ആ LDF-നിട്ട് തന്നെ പണി കൊടുത്താൽ ഗണേശ് എന്നല്ല ആരായിരുന്നാലും LDF-ന് ഒരു രീതിയിലും പുനർവിചിന്തനം നടത്തേണ്ട കാര്യമില്ല. പറഞ്ഞു വരുന്നത് ട്രാൻസ്പോർട്ടിലെ പുത്തൻ പരിഷ്കരണത്തെക്കുറിച്ചാണ്. അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ, തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന് നഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ ഗണേഷ് കുമാർ പ്രസ്താവന ഇറക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, പല രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വരുത്തുമ്പോൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതൊന്നും ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കിയല്ല ഇവിടെ സേവനം നടത്തുന്നത്. KSRTC എന്നത് പൊതുസേവനമാണ്. ആ സേവനത്തെ തടയിടാൻ ഗണേഷ് കുമാർ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. ഗണേഷ് കുമാറിന് സ്വന്തം വകുപ്പുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം പെരുമാറേണ്ടത്. ചെലവ് ചുരുക്കൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പരിഷ്കരണം ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇടതുമുന്നണിയുടെ കോമൺ മിനിമം പ്രോഗ്രാം അത് അനുസരിച്ചു കൊണ്ടായിരിക്കണം ആരായിരുന്നാലും ചെയ്യേണ്ടത്. അതുതന്നെയാണ് എല്ലാ മന്ത്രിമാരും ചെയ്യുന്നതും. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം CPIM-ന് ഒറ്റയ്ക്ക് ഇവിടെ ഭരിക്കാനുള്ള സീറ്റുകളുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയെ എതിർക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടി പറയുന്ന മാനദണ്ഡങ്ങളെ കവച്ചു വയ്ക്കാനോ മറ്റൊരു പാർട്ടിക്കും അധികാരം കൊടുത്തിട്ടില്ല. കാരണം കോൺഗ്രസിനെ പോലെ ഒരു ഈർക്കിൽ പാർട്ടിയല്ല കേരളത്തിൽ CPIM. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഭരണത്തിലിരുന്നപ്പോൾ 1ഉം 2ഉം ഒക്കെയുള്ള MLA-മാർ വല്ലാതെ അങ്ങ് വാലുപൊക്കിയത്. അവർക്കൊക്കെ പണി കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഒരു രീതിയിലും കഴിവില്ലാതെ പോയി. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, കോൺഗ്രസിലെ 2ഓ 3ഓ ആളുകൾ ഒന്ന് മാറി നിന്നാൽ വീഴാവുന്നതേ ഉള്ളൂ മന്ത്രിസഭയെന്ന്. അത്രയും വലിയ രീതിയിലുള്ള നാണക്കേടായിരുന്നു അന്നുണ്ടായിരുന്നത്. കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടിയ ഒരു മന്ത്രിസഭ, അതിനെ തള്ളിയാണ് 5 കൊല്ലം മൂപ്പര് കൊണ്ടുപോയത്. പക്ഷേ അതല്ല ഇവിടെ പിണറായി വിജയൻ്റെ കാര്യം. സമ്പൂർണ്ണ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ 1ഓ 2ഓ MLA-മാർ ഈ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയാലോ കൊഴിഞ്ഞു പോയാലോ CPM-ന് പുല്ലേ മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ മുമ്പിൽ ഉമ്മാക്കി കാണിക്കാൻ വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനും ഈ പാർട്ടിക്ക് അറിയാം, ഈ മുന്നണി സംവിധാനത്തിനറിയാം. അതുകൊണ്ട് ആരും ആഠ്യത്വം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് പാർട്ടിയും മുന്നണിയും വേറെയാണ്. കൃത്യമായി ഫയലുകൾ മനസ്സിലാക്കുക, പഠിക്കുക. അതല്ലാതെ എന്തെങ്കിലും സ്വന്തമായ തീരുമാനം മന്ത്രിസഭയോട് ആലോചിക്കാതെ എടുത്താൽ കൃത്യമായും പണി പാളും.